എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതായത് സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടാകുന്ന ആശങ്കയെക്കുറിച്ച്. അതായത് സ്വകാര്യ ബസ്സുകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടത്തുമ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്ക് ഉണ്ടാകുന്ന ആശങ്കയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ഉയരുന്നത് സ്വകാര്യ ബസ്സുകളുടെ ഭാവിയെക്കുറിച്ചാണ്. കേരളത്തിൽ KSRTCയേക്കാൾ ഏകദേശം 7000-ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകളിൽ നിന്നും KSRTCയിലേക്ക് ചേക്കേറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ദിവസവും KSRTCയിൽ യാത്ര ചെയ്യുന്നവരിൽ പകുതിയോളം സ്ത്രീകളാണ്. ഇവർക്ക് സൗജന്യം കൂടി ലഭ്യമാകുമ്പോൾ കൂടുതൽ പേർ KSRTCയിലേക്ക് ചേക്കേറും. പ്രത്യേകിച്ച് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് റൂട്ടുകളിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ 20% മുതൽ 30% വരെ കുറവുണ്ടാകുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ കണക്ക്. ഇനി വരുമാനത്തിലെ പ്രതിസന്ധി നോക്കാം. ഇതിനോടകം ഡീസൽ വില കുതിച്ചുയരുകയാണ്. സ്പെയർ പാർട്സ്, തൊഴിലാളികളുടെ കൂലി എന്നിവ കൂടിയാകുമ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ നടുവൊടിയും. പിന്നീടുള്ള പ്രതിസന്ധി KSRTC ബസ്സിലെ സൗജന്യ യാത്ര കൂടിയാകുമ്പോൾ പല റൂട്ടുകളിലും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാകും. ട്രിപ്പ് വെട്ടിക്കുറക്കാനും അതുപോലെ തന്നെ ബസ്സുകൾ ഓടാതിരിക്കാനും കാരണമാകുന്നു. ഇനി ഗ്രാമീണ മേഖലയിലെ പ്രശ്നം നോക്കുകയാണെങ്കിൽ പല ഗ്രാമീണ മേഖലയിലും KSRTCയുടെ ബസ്സുകൾ ഇന്നില്ല. KSRTC സർവീസ് നടത്താത്ത ഗ്രാമീണ റൂട്ടുകളിൽ ക്രമേണ യാത്രാ സൗകര്യം നഷ്ടമാകും. ഈയൊരു റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഒരു ഏവറേജ് ലെവലിൽ ആളുകളെ കിട്ടാതിരിക്കുമ്പോൾ അവർ ആ ഒരു റൂട്ട് തന്നെ ഉപേക്ഷിക്കും. സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നോക്കാം. സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം KSRTCക്ക് നൽകുന്നത് പോലെ വയബിലിറ്റി ഗ്രാപ്പ് ഫണ്ട് നൽകുക. സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കി അതിന് തുല്യമായ ശക്തി പദ്ധതി നടപ്പാക്കുമ്പോൾ കർണാടക സർക്കാർ അവിടുത്തെ ബസ്സുകാർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇനി ഇതിന്റെ പോസിറ്റീവ് വശം എന്താണെന്ന് നോക്കാം. എല്ലാവരും ഈ ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സമയക്രമം, മറ്റൊന്ന് വേഗത, പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി, അതുപോലെ ബസ്സുകളുടെ വൃത്തി. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് മുൻതൂക്കമുണ്ട്. ഇനി പുരുഷ യാത്രക്കാർ, വിദ്യാർത്ഥികൾ, കുറച്ച് വേഗത്തിൽ യാത്ര ചെയ്യണമെന്നുള്ളവർ സ്വകാര്യ ബസ്സുകളെ മാത്രമായിരിക്കും ആശ്രയിക്കുക. പൂർണ്ണമായും സ്വകാര്യ ബസ്സുകൾ ഇല്ലാതാകും എന്നും അതുകൊണ്ട് നമുക്ക് പറയാനാകില്ല. ഇനി ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത് സ്ത്രീകൾക്ക് ആശ്വാസമാണെങ്കിലും സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സിന് വലിയ തിരിച്ചടിയാകും. സർക്കാർ ഇതിനൊരു സന്തുലിത പരിഹാരം കണ്ടില്ലെങ്കിൽ കേരളത്തിലെ പൊതുഗതാഗതത്തിന് വലിയൊരു പ്രശ്നം നേരിടേണ്ടി വരും എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. നമുക്ക് സ്വകാര്യ ബസ് ഉടമകളും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാരും കണ്ണൂർ മൗണ്ടനോട് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള സൗജന്യ യാത്ര പ്രൈവറ്റ് ബസ് വ്യവസായത്തെ എത്രമാത്രം ബാധിക്കുന്നുവെന്ന് കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറയുന്നു. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ വളരെയധികം പ്രതിസന്ധിയിലാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുദിനം വ്യവസായം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വംശനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ പോലെയായി കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ മാറിയിരിക്കുക. അതിനിടയിലാണ് ഈ കൂനിന്മേൽ കുരു എന്നുള്ള രീതിയിൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. അപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലായി വന്നു കഴിഞ്ഞാൽ അത് KSRTCയും ഇല്ലാതാകും, അതുപോലെ സ്വകാര്യ ബസ് മേഖലയും ഇല്ലാതാകും. ഞങ്ങൾ ഈ കാര്യം ഇവരെ പ്രകടന പത്രികയിൽ വന്ന പാടിനെ നേതാക്കന്മാരോട് സൂചിപ്പിച്ചിരുന്നു. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഈ മേഖലക്ക് ഉണ്ടാവും, പൊതുമേഖലക്ക് ഉണ്ടാവും, സ്വകാര്യ ബസ് മേഖലക്കും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഈ മേഖലക്ക് ഉണ്ടാവും. ഇത് തീരെ ഇല്ലാതായി പോകുന്ന സ്ഥിതിവിശേഷമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ വളരെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷമേ ഈ തീരുമാനം നടപ്പിലാക്കാവുമെന്ന് അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പറയാൻ കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ അന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് അവരെ പ്രകടന പത്രികയിലൊന്നും ഞങ്ങൾ കയറി ഇടപെടാറില്ല. അപ്പോൾ പല പ്രകടനങ്ങൾ അതും പല പ്രകടന പത്രികകൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ തന്നെ വന്നു ഞങ്ങളിപ്പം അത് ഒരു പ്രകടന പത്രിക പറയുമെന്ന് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്
വേറെ ഒരു രീതിയിലേക്ക് മാറിപ്പോവും. അത് വല്ല രീതിയിൽ ഇവർക്ക് വോട്ട് കുറയോ അല്ലെങ്കിൽ ഇവർ പരാജയപ്പെടുകയാണെങ്കിൽ അന്ന് പ്രൈവറ്റ് ബസ് ഉടമകൾ ഈ സ്വകാര്യ ഈ KSRTCയിൽ ഫ്രീ നടപ്പിലാക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത് പറ്റിയതെന്ന് അവരുടെ ഇടയിൽ നിന്ന് ഉണ്ടാണ് ഞങ്ങളത് അന്ന് ആ സമയത്ത് മറ്റ് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാത്തത്. ഇവരോട് സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും NDA ഗവൺമെൻറ് ആയാലും ഒക്കെ തുല്യമാണ്. ഇന്നത്തെ പ്രതിപക്ഷം നാളത്തെ ഭരണപക്ഷം, നാളത്തെ ഭരണപക്ഷം ഇന്നത്തെ പ്രതിപക്ഷം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ് നമ്മളെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇത് ആരോടും തന്നെ ഒരു അതീവ വിധേയത്വമോ വിരോധമോ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരോട് അന്ന് തന്നെ എന്ന് പറഞ്ഞ പരസ്യമായിട്ട് ഞങ്ങൾ ഈ ഇവരെ പ്രകടന പത്രിക എതിർക്കാതിരിക്കാൻ കാരണം. അപ്പോൾ ഇതിനെക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് UDF സർക്കാർ ഒരു വോട്ട് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. എന്നുവെച്ചാൽ ഇതൊന്നും അല്ല വിഷയം. നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പലതും കണ്ടിട്ടാണ് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഈ പ്രകടന പത്രികയിൽ നോക്കിയിട്ടൊന്നുമല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭരണത്തിനുള്ള എതിർവികാരമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇത് ഈ KSRTCയിൽ ഒരു സൗജന്യ യാത്ര കിട്ടേണ്ടിയിട്ടൊന്നല്ല ഇവർക്ക് വോട്ട് കിട്ടിയത്. അപ്പം നമുക്ക് പറയാനുള്ളത് എത്രയും വേഗം ഇതിൽ നിന്ന് പുനരാലോചന ചെയ്ത് നിന്ന് ഗവൺമെൻറ് പിന്മാറണം എന്നാണ്. അതല്ലെങ്കിൽ കേരളത്തിൽ ഭയങ്കരമായ ഒരു യാത്രാ ദുരിതം, വിദ്യാർത്ഥികളടക്കമുള്ള സമൂഹങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അവർ പ്രൈവറ്റ് മേഖലയിലോ മറ്റോ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കാറോ പിടിച്ച് യാത്ര ചെയ്യേണ്ടി വരും. ഇത്രയും തുച്ഛമായ വേതനത്തിന് ഇപ്പോൾ യാത്രാ സൗകര്യം ഒരുക്കുന്നത് കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ അത് ഇല്ലായ്മ ചെയ്തു പോകും. അതുകൊണ്ട് ഗവൺമെൻറ് ഇന്ന് മാറി വന്ന ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ സ്ത്രീകളുടെ ഫ്രീ യാത്ര പ്രഖ്യാപിച്ച് പിൻവലിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ പുതുതായി വന്ന ഗവൺമെൻറ് ഈ പ്രഖ്യാപനത്തോടു കൂടി കഴിഞ്ഞ ഇലക്ഷന് മുന്നേ തന്നെ ഫെഡറേഷൻ ഭാരവാഹികൾ ഈ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഈ UDFുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 20-ാം തീയതി ഞങ്ങൾ സ്റ്റേറ്റ് കൗൺസിൽ കൂടുകയും ഇതിനെപ്പറ്റി ഈ ഉണ്ടായാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ചർച്ച ചെയ്ത് ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രിയും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചേൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് ബസ് ഉടമകളുമായി കൂടി ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ തീരുമാനം എടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. കാരണം കേരളത്തിൽ 60% സ്ത്രീകളാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു 40% ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ സ്ത്രീകളായിട്ടുള്ളത്. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 40% സ്ത്രീകൾക്കും കൂടി ഈ കൺസെഷൻ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ അധികൃതമായി നിൽക്കുന്ന മറ്റ് വിഭാഗങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള സ്ത്രീകൾക്കും കൂടി ഈ കൺസെഷൻ ബാധകമാക്കണോ എന്നുള്ളതും കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ മാനസം ബസ്സിൻ്റെ ടീമാണുള്ളത്. അപ്പോൾ പേരെന്താണ്? അഫ്നാസ്. അപ്പോൾ നമ്മളിപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമാക്കാൻ പോവാം 15-ാം തീയതി, അതായത് ജൂൺ 15 തൊട്ടിട്ട് സർക്കാരിൻ്റെ പുതിയ തീരുമാനമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് KSRTCയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് ഓർഡിനറിയിലെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പ്രൈവറ്റ് ബസ്സിൻ്റെ സാരഥിയായി നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത് നമ്മളെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എന്നുവെച്ചാൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഡീസലിന് വിലയൊക്കെ കൂടി ഒന്നാമത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ നല്ല തീരുമാനമൊക്കെ തന്നെയാണ്, പക്ഷെ അത് നമ്മളെ സ്വകാര്യ മേഖലയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രീയും കൂടെ കൊടുത്താൽ പിന്നെ നമ്മളൊക്കെ കട്ടപ്പുറത്താവും. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ 2-3 മിനിറ്റൊക്കെ ഗ്യാപ്പിൽ നമ്മൾ ഓടുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ KSRTCയും കൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട വണ്ടിയിൽ ചിലപ്പോൾ ആരും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുന്നു. ഇപ്പോൾ ഡീസലിന് അടിക്കടി വില കൂടുന്നുണ്ട് ഓരോ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് അതായത് റോഡ് ഭയങ്കര ട്രാഫിക്കാണ്, ഓടിയാൽ എത്താത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒന്നാമത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ണൂർ പയ്യന്നൂർ ഏകദേശം റോഡൊക്കെ വളരെ മോശമാണ്. അതുമാത്രമല്ല അതിനേക്കാളും ബ്ലോക്കും, ഓടിയെത്താൻ പറ്റുന്നില്ല. നിരന്തരം ബസ്സുകാർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു KSRTC ഫ്രീയും കൂടെ കൊടുത്താൽ മൊത്തത്തിൽ നല്ല ബാധിക്കും. കട്ടപ്പുറം